السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ, കൂട്ടുകുടുംബങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ആരുമായാണോ നല്ല സ്നേഹമുണ്ടാകാൻ, എല്ലാ തെറ്റുകളും തീർന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയാൻ മുജറബായ സ്വഹീഹായ നല്ല ഫലവത്തായ ഒരു തത്സമാണിത്. ഇത് വുളൂഓട് കൂടിയാണ് എഴുതേണ്ടത്. അർദ്ധരാത്രിക്ക് ശേഷമാണ് എഴുതേണ്ടത്. എല്ലാവരും ഉറങ്ങി ശാന്തമായ അന്തരീക്ഷത്തിലാണ് എഴുതേണ്ടത്. തിങ്കളാഴ്ച രാത്രിയാണ് എഴുതേണ്ടത്. അതായത് ഞായറാഴ്ച പകൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുണ്ടാകുന്ന രാത്രി. 3 തകിടുകളിലാണ് എഴുതേണ്ടത്. മഷി കൊണ്ടാണ് എഴുതേണ്ടത്. ഏറ്റവും നല്ലത് ചുവപ്പ് മഷിയോ കറുപ്പ് മഷിയോ ആകലാണ്. ഏതുമാകാം. അതിനുശേഷം ആ തിങ്കളാഴ്ച രാത്രി തന്നെ ഒരു പാത്രത്തിൽ കനലെടുക്കുക. ആളിക്കത്താൻ പാടില്ല, പക്ഷേ കത്തൽ വളരെ കുറയാനും പാടില്ല. മിതമായ നിലക്ക് കത്തുന്ന ഒരു കനലിലേക്ക് ഒരു തകിടിട്ട് കത്തിച്ച് കളയുക. പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച രാത്രി, തിങ്കളാഴ്ച ചെയ്ത അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ തകിടും എടുത്ത് ഇതുപോലെ കത്തിച്ച് കളയുക. പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച രാത്രി, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഏത് സമയത്താണോ കത്തിച്ചത് അതേ സമയത്ത് തന്നെ മൂന്നാമത്തെ തകിടും ഇട്ട് കത്തിക്കുക. ബിഇദ്നില്ലാഹ്, ഇൻഷാ അല്ലാഹ്, കാര്യങ്ങളെല്ലാം ഭംഗിയാകും. നല്ല സ്നേഹമുണ്ടാകും, നല്ല ഇണക്കമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എഴുതേണ്ടത് ആദ്യത്തെ കള്ളിയിൽ 11, രണ്ടിൽ 11 ഐൻ, 12 റാ, ഹ, വാ. ഇതേപോലെ എഴുതുക. മീം 1, ഹ, റാ. ഇതേപോലുള്ള ഹ, ഹുവ, 1, ഹ, റാ, കാഫ്, ഹ. ഇതേപോലെ എഴുതുക. ഇനി അതിനു ചുറ്റും തവക്കലു യാ ഖുദ്ദാമ ഹാദ തൽസമി ബിജൽബി വതഹീജി. ഇനി ആ ഡാഷ് കാണുന്ന സ്ഥലത്ത് ആരുടെ സ്നേഹമാണോ പിടിച്ചു പറ്റേണ്ടത് അയാളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും എഴുതുക. ശേഷം ബിമഹബ്ബത്തി വ മവദ്ദത്തി. ഇനി ബിമഹബ്ബത്തി വ മവദ്ദത്തി എന്ന സ്ഥലത്ത് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും ചേർക്കാം. അതിനുശേഷം അൽ വഹൻ, അൽ വഹൻ, അൽ അജൽ, അൽ അജൽ, അസ്സാഅ, അസ്സാഅ. എഴുതേണ്ടത് തവക്കലു യാ ഖുദ്ദാമ ഹാദ തൽസമി ബിൽ ജൽബി വതഹീജി. ആളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും. ആരുടെ സ്നേഹമാണോ പിടിച്ചു പറ്റേണ്ടത് അയാളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരുമാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ബിമഹബ്ബത്തി വ മവദ്ദത്തി. അൽ വഹൻ, അൽ വഹൻ, അൽ അജൽ, അൽ അജൽ, അസാഅ, അസാഅ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പ്രയാസമുണ്ടെങ്കിൽ അതേ ഫലം ലഭിക്കാൻ ഇത് ചെയ്താൽ മതി. ഇത് ചെയ്യേണ്ടത് വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ എന്ന സൂറത്ത് യാസീനിലെ ഈ ആയത്ത് 71 പ്രാവശ്യം ഓതുക. മധുരമുള്ള തേന് പോലുള്ള അല്ലെങ്കിൽ പഞ്ചസാര പോലുള്ള വല്ലതിലേക്കുമാണ് ഓതേണ്ടത്. അതിനുശേഷം ആ മധുരമുള്ള വസ്തു താൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് കൊടുക്കുക.
അയാൾ അറിയാതെ ഇത് അയാളെ കൊണ്ട് ഭക്ഷിപ്പിക്കുക. മാഷാ അള്ളാഹ് ബിഇദ്നില്ല, മുമ്പ് പറഞ്ഞ അതേ ഫലം ഇതിനും ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.